നമുക്കിപ്പോ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാം അല്ലേ? അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലേ ഇനി പഠിക്കണ്ടേ? ഓക്കെ, എല്ലാവരും നോട്ട്ബുക്ക് എടുത്തോ? നോട്ട്ബുക്ക് എടുത്തോ? ഓക്കെ, അപ്പൊ മിസ് എഴുതുന്നത് പോലെ തന്നെ നിങ്ങളെ നോട്ട്ബുക്കിൽ എഴുതിക്കോ. കേട്ടല്ലോ? First, multiplication table of 2. Multiplication spelling multiplication. Multiplication table of 2. Multiplication table of 2. First, രണ്ടിനോട് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? 0 ആഡ് ചെയ്യും. സോറി, 0 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 2 കിട്ടും അല്ലേ? അതായത് 1 ടൈംസ് നമ്മൾ 2 ആഡ് ചെയ്യുമ്പോ 2 കിട്ടുന്നു. അതെങ്ങനെ എഴുതാം? 1 ടൈംസ് 2 ആഡ് ചെയ്യുമ്പോ 2 കിട്ടുന്നു. 1 2 is 2. 1 into 2 is 2. ഇതേപോലെ തന്നെ നിങ്ങൾ എഴുതിക്കോട്ടോ. 1 into 2 is 2. ഇനി 2 ടൈംസ് നമ്മൾ 2 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 2നോട് 2 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 4 കിട്ടും. അത് നമ്മൾ എങ്ങനെ എഴുതും? 2 into 2 is equal to 4. നമ്മൾ 3 ടൈംസ് 2 ആഡ് ചെയ്യുന്നു. 3 ടൈംസ് 2 ആഡ് ചെയ്താൽ 2 plus 2 4, 4 plus 2 6. 3 ടൈംസ് 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടും. അതെങ്ങനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതും? 3 into 2 is equal to 6. 3 2s are 6. Then 4 times നമ്മൾ 2 ആഡ് ചെയ്യും. 4 times 2 ആഡ് ചെയ്യുന്നു, 8 കിട്ടും. ഓക്കെ, എത്ര കിട്ടും? 8 കിട്ടും. അത് നമ്മൾ ടേബിളായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എങ്ങനെ എഴുതും? 4 into 2 is equal to 8. എഴുതുന്നതിന്റെ കൂടെ തന്നെ എഴുതണേ. 4 times 2 ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടും. 4 into 2 8. ഇനി 5 times 2 ആഡ് ചെയ്യുന്നു. 5 times 2 ആഡ് ചെയ്യുമ്പോൾ we get 10. 5 times 2 ആഡ് ചെയ്യുമ്പോൾ we get 10. നമ്മൾ എങ്ങനെ എഴുതും? 5 into 2 is equal to 10. 5 into 2 is equal to 10. അടുത്തത് 6 times 2 ആഡ് ചെയ്യണം.
2 plus 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 2. എത്ര കിട്ടും? 6 times 2 ആഡ് ചെയ്താൽ 12 എന്ന് കിട്ടും. അത് നമ്മൾ അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതും. 6 into 2 is equal to 12. Next 7 times 2 add ചെയ്യുന്നു. 2 plus 2 plus 2 plus 2 plus 2 plus 2 plus 2 is equal to 14. 7 times നമ്മൾ 2 add ചെയ്യുമ്പോൾ 14 കിട്ടും. 7 into 2 is equal to 14. Next 8 times 2 add ചെയ്യുന്നു. How many times? 8 times. 2 plus 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 2. 8 times 2 add ചെയ്യുമ്പോൾ എത്ര കിട്ടും? 14 plus 2 16. Multiplication ആയിട്ട് 8 into 2 is equal to 16. Eight into 2 is equal to 16. ഇനി എത്ര തവണ ആഡ് ചെയ്യണം? എത്ര തവണ ആഡ് ചെയ്യണം? 8 കഴിഞ്ഞിട്ട് 9 times. 2 plus 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 2. 9 times 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 18. ഓക്കെ, അതെങ്ങനെ എഴുതും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് 9 into 2 is equal to 18. അടുത്തത് 10 times 2 ആഡ് ചെയ്യണം. 2 plus 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 2. That's equal to 20. അതെങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതും? 10 into 2 is equal to 20. 10 into 2 is equal to 20. എഴുതി കഴിഞ്ഞോ? Multiplication table of 2. എന്താ ഹന്ന? നമ്മള് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാൻ മോളെ. 2ൻ്റെത് ഇപ്പൊ എഴുതി. ഓക്കെ, ഇത് നോട്ടിലേക്ക് എഴുതാനാണേ. ഒരു കാര്യം ചെയ്താൽ മതി, യൂട്യൂബ് ക്ലാസ് നോക്കിയിട്ട് ഇത് നോട്ടിലേക്ക് എഴുതേണ്ടതാ. യൂട്യൂബ് ക്ലാസ് നോക്കിയിട്ട് അതിന്റെ ആദ്യത്തെ ഭാഗം നോക്കിയിട്ട് ഇതെങ്ങനെ എഴുതണ്ടേന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ എല്ലാരും എഴുതിയതൊന്ന് നോക്കിയേ. അതില് നിങ്ങൾ പഠിക്കേണ്ടതാകെ ഇത് മാത്രമേ പഠിക്കാനുള്ളൂ. ഏത്? ഈ റെഡ് കളർ റെക്ടാംഗിൾ വരച്ചിരിക്കുന്നത് മാത്രമേ പഠിക്കാനുള്ളൂ. അതെങ്ങനെയാ പഠിക്കണ്ടേ? 1 into 2 is equal to 2. 2 into 2 is equal to 4. 3 into 2 is equal to 6. അങ്ങനെയാണോ പഠിക്കണ്ടേ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറയുമ്പോ നിങ്ങളുടെ ടെക്സ്റ്റില് പേജ് നമ്പർ 55 ഒന്ന് എടുത്തേ.
പേജ് നമ്പർ 55 എടുത്തോ? അതിനകത്ത് ഫസ്റ്റ് ഒരു ഗ്രീൻ കളർ ടേബിൾ കണ്ടോ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 2 കണ്ടോ? അതിൽ ആദ്യത്തെ കോളത്തിലുള്ളതും ലാസ്റ്റ് കോളത്തിലുള്ളതുമാണ് നമ്മളിപ്പോ എഴുതിയത്. ആ നടുക്കത്തെ കോളത്തിലുള്ളത് കണ്ടോ? നമ്മൾ ടേബിൾ പഠിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് വേണം പഠിക്കാൻ. ഇങ്ങനെ പറയണം. ആ നടുക്കത്തെ കോളത്തിലുള്ളത് ഒന്ന് നോക്കിയേ. 1 2 is 2. മിസ്സിന്റെ കൂടെ പറഞ്ഞേ. 1 2 is 2. 2 2s are 4. 2 2s are 4. 2 2s are 4. 3 2s are 6. 3 2s are 6. പറയുന്നുണ്ടോ മിസ്സിന്റെ കൂടെ? 4 2s are 8. 4 2s are 8. 5 2s are 10. 5 2s are 10. 6 2s are 12. 6 2s are 12. 7 2s are 14. 7 2s are 14. 8 2s are 16. 8 2s are 16. 9 2s are 18. 9 2s are 18. Next, last 10 2s are 20. 10 2s are 20. എങ്ങനെ എഴുതണ്ടേന്ന് മനസ്സിലായോ? സോറി, എങ്ങനെ പറയണ്ടേന്ന് മനസ്സിലായോ? മനസ്സിലായോ? ആരാ മിസ് ഒന്ന് ചൊല്ലി കേൾപ്പിച്ചു തരുന്നേ? നിങ്ങൾ എഴുതിയത് നോക്കിയിട്ട് ആരാ മിസ്സിന് ടേബിൾ ഒന്ന് പറഞ്ഞു തരുന്നേ? ഇപ്പൊ മിസ് പറഞ്ഞതുപോലെ ആരാ പറഞ്ഞുതരാ? മിസ് വിളിക്കാം. ആരെയും ഇപ്പൊ വിളിക്കണ്ട, എല്ലാരും ശ്രദ്ധിച്ചിരിക്കണം. ശ്രദ്ധിക്കാത്ത ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, ജുവൽ ആദ്യം കൈ കാണിച്ചേ. ജുവൽ മരിയ. 1 2 is 2. 2 2s are 4. 3 2s are 6. 4 2s are 8. 5 2s are 10. 6 2s are 12. 7 2s are 14. 8 2s are 16. 9 2s are 18. 10 2s are 20. 10 2s are 20. അടുത്തത് ബിന്യ. 1 2s are 2. 1 2 is 2. 2 4. 8. 5 is 10. 6 is 12. 7 2 is 14. 8 2 is 15. 9 2 is 18. 28. 10 2s are 20. അടുത്തത് അലൻ തോമസ്. 1 2 is 2. 2 2s are 4. 2 2s are 4. 3 2s are 6. 4 2s are 8. 5 2s are 10. 6 2s are 12. 7 2s are 14.
10 2s are 20. ആയില്ലേ? ഓക്കെ. അപ്പോഴേ എല്ലാരെയും കൊണ്ട് മിസ് പറയിപ്പിക്കാം. ഒരു ക്ലാസ്സിൽ തന്നെ ഒരു ടേബിൾ എല്ലാരെയും കൊണ്ട് പറയിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഇതിന്ന് ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കാം. ഓക്കെ? ഇപ്പൊ നിങ്ങൾ പറയുമ്പോ ഇങ്ങനെ നോക്കിയിട്ട് ബുക്ക് ഇങ്ങനെ വെച്ച് ഇങ്ങനെ നോക്കിയിട്ട് 1 2 is 2, 2 2s are 4, 3 2s are 6, 4 2s are 8 അങ്ങനെയല്ലേ പറയുന്നേ? അതിന് പകരം എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ബുക്ക് അങ്ങ് മടക്കി വെക്കുക. എന്നിട്ട് ബൈ ഹാർട്ട് ആയിട്ട് നോക്കാതെ പറയാൻ പറ്റുമോ? ഇപ്പൊ പറയണ്ട, ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങള് പറയുന്നതിന്റെ വോയിസ് എടുത്തിട്ട് മിസ്സിന് അയച്ചു തന്നാൽ മതി. റെക്കോർഡ് ചെയ്തിട്ട് മിസ്സിന് അയച്ചു തരാം. പേഴ്സണലായിട്ട് അയച്ചാൽ മതി, ആരും ഗ്രൂപ്പിൽ ഇടണ്ട. ഓക്കെ? നിങ്ങൾ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് ചൊല്ലുന്നത് പറയുന്നത് റെക്കോർഡ് ചെയ്തിട്ട് മിസ്സിന് അയച്ചു തരാം. തെറ്റാതെ പറയണേ. പിന്നെ എപ്പോ മിസ് ചോദിച്ചാലും കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റണം. പെട്ടെന്നായിരിക്കും മിസ് അനക 6 2s are എത്രയാന്ന് ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചാൽ പെട്ടെന്ന് എനിക്ക് 12 എന്ന് പറയാൻ കിട്ടണം. അല്ലെങ്കിൽ ഇഫ്ര 7 2s are എന്ന് ചോദിച്ചാൽ ഇഫ്രയ്ക്ക് 14 എന്ന് പറയാൻ കിട്ടണം. ഓക്കെ? അല്ലെങ്കിൽ ഇപ്പൊ മിൻഹാജിനോട് 5 2s are എന്ന് ചോദിച്ചാൽ മിൻഹാജ് പെട്ടെന്ന് തന്നെ 10 എന്ന് പറയണം. ആ രീതിയിൽ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാം. ഒന്നുകൂടി നമുക്ക് പറഞ്ഞു നോക്കിയാലോ? മിസ്സിന്റെ കൂടെ പറയോ? യെസ്. സ്റ്റാർട്ട്. 1 2 is 2, 2 2s are 4, 3 2s are 6, 4 2s are 8, 5 2s are 10, 6 2s are 12, 7 2s are 14, 8 2s are 16, 9 2s are 18, 10 2s are 20. എളുപ്പല്ലേ 2ന്റെ പഠിക്കാൻ? എളുപ്പല്ലേ? ഇത് നോക്കിയേ, നിങ്ങൾ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നത് എങ്ങനെയാന്ന് നോക്കിയേ. എങ്ങനെയാ വരുന്നേ? ഇതാ 2 4 6 8 10 12 14 16 18 20. എന്താ ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത? എന്താ? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇവൺ നമ്പേഴ്സ് ആണ്. എന്താ ഇവൺ നമ്പേഴ്സ്? ഇരട്ട സംഖ്യകൾ അല്ലെ? സ്റ്റാർട്ടിങ് മുതലുള്ള ഇവൺ നമ്പേഴ്സ് ആണ് 2ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നത്. അപ്പൊ അത് പഠിക്കാൻ എളുപ്പമായിരിക്കും അല്ലെ? ഒരു ദിവസം ഒരു ടേബിൾ വെച്ച് പഠിച്ചാൽ മതിയാവോ? മതിയോ? 3ന്റെതും കൂടി പഠിച്ചാലോ? 3ന്റെതും കൂടി പഠിക്കാം. 2ഉം 3 ഒക്കെ എളുപ്പമല്ലേ? അപ്പൊ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ചെറിയ നമ്പേഴ്സ് അല്ലേ? ഓക്കെ, 3ന്റെതും കൂടി നമുക്ക് ഇപ്പൊ എഴുതി നോക്കാം. സമയമുണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പഠിക്കാൻ. അടുത്ത പേജിൽ എഴുതിയാ മതി കേട്ടോ. ഒരു ടേബിള് ഒരു പേജിൽ എഴുതിയാ മതി. നെക്സ്റ്റ് പേജിൽ എഴുതുക മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് multiplication table of 3. Multiplication table of 3. ആദ്യം നമ്മള് 3നോട് 0 ആഡ് ചെയ്യുന്നു. we get 3. അതായത് ഒരു തവണ 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. that means 1 into 3 is equal to
3. 1 into 3 is equal to 3. ഇനി 2 തവണ 3 ആഡ് ചെയ്യുന്നു. 2 times 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 plus 3. 3നോട് 3 കൂട്ടിയാൽ 6 കിട്ടും. അതെങ്ങനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതും? 2 into 3 is equal to 6. 2 into 3 is equal to 6. അടുത്തത് 3 തവണ 3 ആഡ് ചെയ്യുന്നു. 3 plus 3 plus 3. 3 തവണ 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 കിട്ടും. ഓക്കെ, 3 തവണ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9 കിട്ടും. അതായത് 3 into 3 is equal to 9. 3 തവണ 3 ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടും. That means 3 into 3 is equal to 9. ഇനി 4 തവണ ആഡ് ചെയ്യുമ്പോഴോ 3 plus 3 plus 3 plus 3. That's equal to 3 plus 3 6, 6 plus 3 9, 9 plus 3 12. 4 തവണ 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 എന്ന് കിട്ടും. That means 4 into 3 is equal to 12. 4 into 3 is equal to 12. Next, 5 times 3 add ചെയ്യുന്നു. 3 plus 3 plus 3 plus 3 plus 3. 5 times 3 add ചെയ്യുമ്പോൾ we get 15. 5 times 3 add ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15 കിട്ടും. ഓക്കെ, അതെങ്ങനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതും? 5 times 3 add ചെയ്യുമ്പോൾ we get 15. Next, 6 times add ചെയ്യുന്നു. 3 plus 3 plus 3 plus 3 plus 3 plus 3. 6 times add ചെയ്യുമ്പോൾ നമുക്ക് 18 കിട്ടും. 6 times add ചെയ്യുമ്പോൾ 18 കിട്ടും. ഓക്കെ, അതെങ്ങനെ എഴുതാം? 6 into 3. 3 is equal to 18. Next, 7 times 3 add ചെയ്യുന്നു. 3 plus 3 plus 3 plus 3 plus 3 plus 3 plus 3. 7 times add ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 18നോട് 3 ആഡ് ചെയ്യുമ്പോൾ 21. 7 into 3 is equal to 21. അടുത്തത് എത്ര തവണ ആഡ് ചെയ്യുന്നു? 8 times. 3 plus 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 3 is equal to 8 times 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 24 കിട്ടും. അപ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എങ്ങനെ എഴുതും? 8 into 3 is equal to 24. 8 into 3 is equal to 24. ഇനി 9 times add ചെയ്യുമ്പോഴോ 3 plus 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 3 is equal to 27. 9 times 3 add ചെയ്യുമ്പോൾ 27 കിട്ടും. അതെങ്ങനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതും? 9 into 3 is equal to 27. അടുത്തത് 10 times add ചെയ്യുന്നു. 3 plus 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 3 is equal to 10 times add ചെയ്യുമ്പോൾ we get 30. 10 into 3 is equal to 30.
10 into 3 is equal to 30. അപ്പൊ നമ്മൾ ഏതാ പഠിക്കേണ്ട ശരിക്കും? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറഞ്ഞിട്ട് എന്താ ഇതിൽ കാണുന്നതാണ് പഠിക്കേണ്ടത്. എന്താ ഹന്ന? മിസ്സേ ഇത് ഫുള്ള് ഇങ്ങനെ പ്ലസ് എഴുതണോ? ആ പ്ലസ് എഴുതണം. എന്നാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതെങ്ങനെയാ വന്നേന്ന്. ഇപ്പൊ 3 times 3 ആഡ് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ 3 into 3 എന്ന് പറയുന്നത്. അതുപോലെ 4 times 3 ആഡ് ചെയ്യുന്നതിനെയാണ് 4 into 3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് എഴുതിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ആദ്യം പഠിക്കുന്ന സമയത്ത് അത് എഴുതിട്ട് തന്നെ പഠിക്കാം. പഠിക്കുമ്പോ ഇത് മാത്രം പഠിച്ചാൽ മതി. 1 into 3 3, 2 into 3 6, അത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ ഓക്കെ. എഴുതി കഴിഞ്ഞോ എല്ലാരും? ഈ എറർ മാർക്കൊന്നും ഇട്ട് വെക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് വെറുതെ മനസ്സിലാവാൻ വേണ്ടി മാത്രം ഇട്ടതാ, തെറ്റിപ്പോവാതിരിക്കാൻ. അപ്പൊ ഇതെങ്ങനെയാ നമ്മൾ പറയാ ടേബിള് പറയുന്ന സമയത്ത്? 1 3 is 3. മിസ്സിന്റെ കൂടെ പറയണേ. 1 3 is 3. 2 3s are 6. ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റിലെ ടേബിൾ 2ന്റെ കൂടെ തന്നെ അതിന്റെ തൊട്ട് താഴെ ടേബിൾ 3 ഉണ്ട്. 2 3s are 6. 3 3s are 9. 4 3s are 12. 5 3s are 15. 6 3s are 18. 7 3s are 21. 8 3s are 24. 9 3s are 27. 10 3s are 30. 10 3s are 30. അപ്പൊ നിങ്ങൾക്ക് ഈ രണ്ട് ടേബിളും പഠിക്കാൻ പറ്റുമെന്ന്? രണ്ട് ടേബിളും 2ന്റെതും 3ന്റെതും പഠിക്കാൻ പറ്റില്ലേ? പറ്റും. ഈസി അല്ലേ? 2ഉം 3ഉം അല്ലേ? ചെറുതല്ലേ? വലിയ വലിയ നമ്പേഴ്സ് ഒന്നും അല്ല, എളുപ്പമുള്ളതാണ് പഠിക്കാൻ. അപ്പോ 2ന്റെയോ 3ന്റെയോ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുക. എന്നിട്ട് കാണാതെ പറയുന്നതിന്റെ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് മിസ്സിന് അയച്ചു തരാം. നോക്കി പറയേണ്ട ആരും. കാണാതെ പറയുന്നതിന്റെ ഓഡിയോ വേണം റെക്കോർഡ് ചെയ്യാൻ. ഓക്കെ. ഫാത്തിമ മെഹ്റൻ. മെഹറിന് എന്താ പറയാനുള്ളത്? ഒരു മിനിറ്റ് നോക്കട്ടെ. എന്താ മോളെ? ആ പറഞ്ഞോ. ഒന്നുമില്ല. ഒന്നുമില്ലേ? എന്നാ ഇരുന്ന് പഠിച്ചോ. ഈ ക്ലാസ് ഇപ്പൊ കട്ടാവും. ഇപ്പൊ തന്നെ ഇരുന്ന് പഠിച്ചോട്ടോ എല്ലാരും. ഓക്കെ. രണ്ട് ടേബിളും ചൊല്ലിട്ട് മിസ് പറഞ്ഞിട്ട് മിസ്സിന് അയച്ചു തരണേ. ഓക്കെ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഒരു ദിവസം 2 ടേബിൾ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റൂ. അതിൽ കൂടുതലൊന്നും ആവില്ല. വലിയതൊക്കെ ആകുമ്പോൾ ഒന്നേ പഠിക്കാൻ പറ്റും. ഓക്കെ ബൈ. അടുത്ത ക്ലാസ്സിൽ കാണാം.